ഹായ്. ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുഖത്ത് ചുളിവുകൾ വീഴുന്നത്. എന്നാൽ വില കൂടിയ ക്രീമുകളും ഒന്നുമില്ലാതെ തന്നെ ദിവസവും വെറും 5 മിനിറ്റ് കൊണ്ട് മുഖത്തെ ചുളിവുകൾ മാറ്റി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു മികച്ച ഫേസ് മസാജ് രീതിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 5 പ്രധാന പോയിന്റുകളിൽ മസാജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. ഒരു കൊച്ചു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് മനസ്സിലാകുള്ളൂ. ഓക്കെ. ആദ്യം തന്നെ ഇതുപോലെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ ഫേസ് സിറമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഇതുപോലെ എടുത്ത്, ഒരുപാട് കൂടുതൽ എടുക്കൊന്നും വേണ്ട, കുറച്ചെടുത്താൽ മതി. ഫേസിൽ മസാജ് ചെയ്യാൻ പാകത്തിന് ഒന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രീം എടുത്താൽ മതി. ഇതാണ് 5 പോയിൻ്റ്. ആ 5 പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തൊട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ. ആദ്യത്തെ പോയിൻ്റ് നമ്മുടെ പുരികങ്ങൾക്കിടയിലുള്ള ഭാഗമാണ്. ഇവിടെ മുകളിലേക്ക് മൃദുവായി മസാജ് ചെയ്യുന്നത് നെറ്റിയിലെയും പുരികങ്ങൾക്കിടയിലെയും ഫ്രോൺ ലൈൻസ് അഥവാ ചുളിവുകൾ മാറാൻ സഹായിക്കും. പിന്നെ കണ്ണിന് താഴെയുള്ള ഭാഗം വളരെ സോഫ്റ്റായി വേണം ഇവിടെ ചെയ്യാൻ. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മസാജ് ചെയ്യുന്നത് കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറവും കൺതടങ്ങളിലെ ചുളിവുകളും കുറയ്ക്കും. നമ്മുടെ മൂക്കിന് ഇരുവശത്തു നിന്നും ചുണ്ടിൻ്റെ കോണുകളിലേക്ക് വരുന്ന വരികളാണ്. ഇതിനെ സ്മൈൽ ലൈൻസ് എന്ന് പറയും. ഈ ഭാഗത്ത് മുകളിലേക്ക് വലിച്ച് മസാജ് ചെയ്യുന്നത് മുഖം തൂങ്ങിപ്പോകുന്നത് തടയും. നമ്മുടെ താടിയെല്ലിന് മുകളിലുള്ള ഭാഗം, അതായത് ജോ ലൈൻ, കൈവിരലുകൾ കൊണ്ട് താടിയിൽ നിന്ന് ചെവിയുടെ ഭാഗത്തേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യുക. ഇത് ഡബിൾ ചിൻ വരുന്നത് തടയാനും ചർമ്മം ടൈറ്റ് ആകാനും സഹായിക്കും. പിന്നെ നെറ്റിയുടെ ഭാഗമാണ്. നെറ്റിയിലെ വരകൾ മാറാൻ കൈവിരലുകൾ കൊണ്ട് മുകളിലേക്കും വശങ്ങളിലേക്കും ഇരുവശങ്ങളിലേക്കും നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും നല്ലൊരു ഫേസ് ഓയിലോ സെറമോ പുരട്ടിയ ശേഷം, അല്ലെങ്കിൽ ഞാൻ മോയ്സ്ചറൈസാണ് എടുക്കാറ്. എന്തെന്ന് വെച്ചാൽ ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുന്ന മസാജാണ്. അപ്പോൾ ഇത് കൂടുതലും മോയ്സ്ചറൈസ് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ സിറം. ഓയിൽ മസാജൊക്കെ കുളിക്കുന്നതിന് മുന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് പോയി കാണണേ. ഇതുപോലെ സ്ഥിരമായി നിങ്ങൾ കിടക്കുന്നതിൻ്റെ മുന്നേ ചെയ്താൽ, കിടക്കാൻ നേരത്ത് ഇത് ചെയ്തു വന്നാൽ റിസൾട്ട് നിങ്ങൾ ഒരാഴ്ച ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫേസിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫേസും എല്ലാം നമ്മുടെ ഏജിന് അനുസരിച്ചിട്ടുള്ള ഫേസ് ആവില്ല. 30 കഴിയുമ്പോഴേക്കും എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളാണ് ചുളിവുകൾ. അപ്പോൾ അതിന് നമ്മുടെ ഫേസ് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ ഫേസിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല. നല്ല ചുറുചുറുപ്പോടെയും ചെറുപ്പമായിട്ടും ചുളിവുകൾ വരാതെയും ഇരിക്കാം. കണ്ടോ, ഇപ്പം ഞാനത് തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ എനിക്കൊരു വ്യത്യാസം. നമുക്ക് അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നമുക്കൊരു വ്യത്യാസമായി തോന്നും. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് അടിപൊളിയായിട്ടുണ്ടാവും. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മസാജ് ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബായ്.